വെൽക്കം ബാക്ക് ടു റെനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി കാണാം. ഇതിനുവേണ്ടി 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നല്ല ഫൈനായിട്ട് പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടി. ഇത് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. ഇതിന് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ചോട് കെട്ടിയുള്ള പാത്രത്തിലേക്ക് എടുക്കാം. ഞാനിപ്പോൾ വലിപ്പമുള്ള ഒരു കടായിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഇനി 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ ആക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം. ചൂടുകെട്ടുള്ള പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ മാവ് അടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിക്കായി കിട്ടും. ഇതുപോലെ കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറണമെന്ന് വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഇങ്ങനെ മാവ് കുറുക്കിയെടുത്താൽ ചൂടാറിയ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചൂടുള്ള ഈ മാവിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം, 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, നന്നായിട്ട് ഇളക്കിയെടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇതൊന്ന് ലൂസായി വരും. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. ഈ വെള്ളം ചേർക്കുമ്പോൾ ഈ മാവിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരും. കൈ തൊട്ട് നോക്കുക. കൈ തൊട്ട് നോക്കിയിട്ട് നമുക്കൊരു 15 സെക്കൻഡോളം കൈ ഇങ്ങനെ തന്നെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പാകത്തിനൊരു ചൂടാണ്. ആ ഒരു പാകത്തിനുള്ള ചൂടാണെങ്കിൽ അതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലും കൂടുതൽ ചൂടാണെങ്കിൽ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുക. കാരണം കൂടുതൽ ചൂടിൽ ഈസ്റ്റ് ചേർത്താൽ ഈസ്റ്റ് ഒക്കെ നശിച്ചു പോകും. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി അരിപ്പൊടി ചേർക്കാം. കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കട്ടയില്ലാതെ നമുക്ക് കിട്ടും. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. പാൽപ്പൊടിക്ക് പകരം പാൽപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം നമ്മൾ ചേർത്തല്ലോ അതിന് പകരം ഒരു 2 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ പാല് ചേർക്കാവുന്നതാണ്. പശുവിൻ പാല്. ഇപ്പോൾ ഈ മാവിന് നല്ല കട്ടി കൂടുതലുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ്. ആദ്യം 1/2 കപ്പ് വെള്ളം ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ മൊത്തം 3 കപ്പ് വെള്ളമാണ് ഈ മാവിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിനു മുമ്പ് 1.5 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ തരി കാച്ചിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയുടെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ മാവ് ഒരു 3-4 തവണയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അല്പസമയം ഒന്ന് കറക്കിയെടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ എത്ര മതിയാകും. എന്നിട്ട് നല്ല വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിക്കാം. ഇനി ഇത് മൂടി വെച്ച് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ മാവ് തയ്യാറാക്കിയിട്ട് നമ്മുടെ അടുപ്പിനടുത്ത് വെച്ചേക്ക്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ആ ഉള്ള ചൂട് കൊണ്ട് ഇതൊരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ മാവ് റെഡിയാക്കി കിട്ടും. കറി തയ്യാറാകുമ്പോഴേക്കും മാവ് അപ്പം ചൂടാനായിട്ട് തയ്യാറായിട്ടുണ്ടാവും. ഇങ്ങനെ ഫെർമെൻ്റായി വന്നിട്ടുള്ള ഈ മാവ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് സ്ലോ ഡൗൺ ആവും. നിങ്ങൾക്ക് എപ്പോഴാണോ അപ്പം ഉണ്ടാക്കേണ്ടത് അതിന് ഒരു മണിക്കൂറൊക്കെ മുമ്പ് പുറത്തേക്ക് എടുത്ത് വെക്കുക. ആ വലിയ തണുപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. പാകത്തിന് ചൂടുള്ള അപ്പച്ചട്ടിയിലേക്ക് ഓരോ തവി മാവ് വീതം കോരി ഒഴിക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനൊരു 2 മിനിറ്റൊക്കെയാണ് വേവിക്കുന്നത്. ഈ സരികിലൊക്കെ ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന അത്രയും നേരം ഞാനിത് മൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ക്രിസ്പി ആയിട്ട് വേണ്ട, കുറച്ചുകൂടി വെള്ള കളറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം കുക്ക് ചെയ്യേണ്ട. ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതിയാവും. ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവ് കൊണ്ടും അപ്പം ചുട്ടെടുക്കാം. അപ്പമൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ അപ്പം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.